ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി 1/2 കിലോ ക്യാരറ്റ് വെച്ചിട്ട് 3 മാസത്തേക്കുള്ള ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക, അതും കിട്ടിലും ടേസ്റ്റിൽ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കിലോ അളവ് വരുന്ന ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഇത് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതുകൊണ്ട് തന്നെ നല്ല ക്യാരറ്റ് നോക്കിയിട്ട് എടുക്കുക. ഇതുപോലെ വലിയ പീസായിട്ടാണ് ഞാൻ ഇവിടെ കട്ടാക്കി എടുത്തുള്ളത്. ഇത് മൊത്തത്തിൽ കുക്കറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായത് കൊണ്ട് 10 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കണ്ട. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. ബദാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും, നല്ല തിക്നെസ്സും ഉണ്ടാകും. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ 250 ml കപ്പിലാണ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചിട്ടെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3 വിസിൽ വരുന്നവരെ അടുപ്പിച്ചെടുക്കാം. പിന്നെ ഇതിന് വേവിന് ടൈം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ എടുക്കണ കുക്കറിനനുസരിച്ച് വ്യത്യാസം വരും. വിസിലൊക്കെ പോയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇതവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ തന്നെ വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തിട്ട് വന്നാൽ ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ ചേർക്കാനായിട്ട്. ചൂടോട് കൂടിയിട്ട് ചേർക്കരുത്. എല്ലാം കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇത് ക്യാരറ്റ് വേവിക്കാൻ എടുത്തിട്ടുള്ള അതേ വെള്ളത്തോട് കൂടിയിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഒട്ടും എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ആ ഒരു വെള്ളത്തിൽ തന്നെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് അളന്നെടുക്കാം കേട്ടോ. ഇതുപോലത്തെ 250 ml കപ്പിലൊന്ന് അളന്നെടുക്കുക. ഇതുപോലത്തെ കപ്പിന് ഏകദേശം ഒരു 2.5 കപ്പോളം കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ കപ്പില്ലാന്നുണ്ടെങ്കിൽ ഏത് ഗ്ലാസ് ആണോ ഉള്ളത് അത് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്തെടുത്താൽ മതിയാകും. അളന്ന് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് അരിച്ചിട്ടെടുക്കുക. അരിച്ചെടുക്കണ ഈ ഒരു അരിപ്പയിലും അതുപോലെ ഈ ഒരു പാത്രത്തിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനായിട്ട് പാടില്ല. പിന്നെ ഇതുപോലെ നല്ല തിക്കായതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അരിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ആദ്യം വലിയ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ ചെറിയ അരിപ്പയിലൂടെ ഒന്നും കൂടെ അരിച്ചെടുക്കണം. കാരണം ഈ ഒരു ഏലക്കായൻ്റെ തരികളൊക്കെ നന്നായിട്ട് ഉണ്ടാകും. അതൊന്നും ഒട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുന്നത്. നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ ഈ ഒരു കപ്പിന് 2.5 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 250 ml കപ്പിൽ ഈ ഒരു കപ്പിന് 2.5 കപ്പ് ക്യാരറ്റ് ജ്യൂസ് എടുത്തുകൊണ്ട് തന്നെ 2.5 കപ്പ് പഞ്ചസാരയും അളന്നെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ് കേട്ടോ ഉണ്ടാക്കുക. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു വിസ്കിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ ഒത്തിരി നാളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി വിസ്കൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ ഫ്ലെയിം കുറച്ച് വെക്കാൻ പാടുള്ളൂ. ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കുക. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടണം. അധിക സമയം എടുക്കൊന്നുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് കട്ടിയായി തുടങ്ങുമ്പോൾ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് ഇങ്ങനെ തെറിക്കും. ഇതാ ഒന്നും കൂടെ തിക്കായിട്ട് വരണം. ഇതിനേക്കാളും ഒന്നും കൂടെ കട്ടിയിൽ വരണം.
ഇതിവിടെ നല്ല പോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങ് കട്ടിയായിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ്. അധികം ലൂസായിട്ട് എടുക്കരുത്, നല്ല കട്ടിയായിട്ടും എടുക്കരുത്. ഇങ്ങനെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഇത് കറക്റ്റായിട്ട് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു തവിൻ്റെ നടുവിലൂടെ അങ്ങ് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ ഈ ഒരു തിക്നെസ്സിലാവും കേട്ടോ കിട്ടുക. അതുപോലത്തെ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇതുപോലത്തെ ഒരു ബോട്ടിലിന് 2 ബോട്ടിലാണ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 500 ml ഉണ്ടാകും ഈ ഒരു അളവ് വെച്ചിട്ട്. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ജ്യൂസാക്കി എടുത്താൽ മതിയാകും. ഇതുപോലത്തെ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ്, ഏത് കപ്പിലാണോ ജ്യൂസ് എടുക്കുന്നത് ആ കപ്പിൽ ഏകദേശം ഒരു 3/4 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് പാൽപ്പൊടി ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ സ്ക്വാഷ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇതുപോലത്തെ ടേബിൾ സ്പൂണിന് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ സ്പൂണിലിങ്ങനെ ഒട്ടിയിട്ടാവട്ടോ ഇത് ഉണ്ടാകുക. നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കുക. ഈ രീതിയിലും ചെയ്തിട്ടെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. രണ്ടും ടേസ്റ്റ് ഉണ്ടാകും. ഇനി പാൽ വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ക്വാഷ് ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ, അത് ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് പാലും കൂടെ ചേർക്കുക. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാൽ വേണം ചേർക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള കട്ടയാക്കിയിട്ടുള്ള പാൽ എടുക്കാം കേട്ടോ. അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാക്കുക. നന്നായിട്ട് തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. കട്ടയാക്കിയിട്ടുള്ള പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചെടുക്കുക. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റുമാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുതിർത്തിയെടുത്തിട്ടുള്ള കസ്കസും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആകും. വീട്ടിൽ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് ഈ അളവ് വെച്ചിട്ട് ഒത്തിരി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്